എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലെ ബാസ്റ്റോ ഒക്കെ കഴിഞ്ഞ ബോറോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ സലീനാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക. സലീനാസ് ഒരു അടിപൊളി ഫാം ഏരിയ ആണ്. കൂടുതലും കൃഷിക്കാരും അല്ല റീഫർ വണ്ടികൾ പച്ചക്കറിയൊക്കെ എടുക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ പച്ചക്കറി എടുക്കാനല്ല പോകുന്നത്, നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ക്രേറ്റ്സ് അല്ലേ, നമ്മുടെ കൊട്ട പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ടൈപ്പ് കൊട്ടകളില്ലേ, ആ സാധനം ഇവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു സ്ഥിരം ലോഡാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ കമ്പനിക്ക് അങ്ങോട്ട് ട്രിപ്പ് പോകാറുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ നമ്മൾ നമ്മുടെ വണ്ടിയും കൊണ്ടല്ല പോകുന്നത്. ഇതൊരു ഫ്രൈറ്റ് ലൈനറാണ്, ST93. നമ്മൾ പണ്ടും ഇതിൻ്റെ അകത്ത് യാത്ര പോകുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്, അതെല്ലാം വഴിയെ പറയാം. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയുന്ന മൊഹാവേ ഡെസേർട്ടിൽ കൂടെ കേട്ടോ. കാലിഫോർണിയയുടെ പോർഷനാണിത്. ഇവിടെ ദേവസ്യാജൻ വെളുപ്പിനെ പോലെ വണ്ടി ഓടിക്കുന്നതാണ്. അതാണ് നമ്മുടെ മുമ്പിൽ ഒരു ലൗസ് കാണുന്നുണ്ട്. ഇത് ബൊറോൺ എന്ന് പറയുന്ന സ്ഥലത്തെ ലൗസാ. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതെ, അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു കാപ്പിയൊക്കെ കുടിച്ച് ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് പറയാം. ഒത്തിരി വിശേഷങ്ങളുണ്ട്. കാലിഫോർണിയ നല്ല മഴ ചിന്തി, നല്ല കിടിലനായിട്ട് പൂക്കളൊക്കെ ആയി നല്ല സൂപ്പർ കാലാവസ്ഥ നിൽക്കുന്ന ഒരു സമയമായത്. നോക്കിയൊക്കെ എന്ത് രസമാണ് ട്രക്ക് സ്റ്റോപ്പ്. അപ്പം ബോറോണിൽ നിന്ന് ഷിഫ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ നമ്മുടെ വണ്ടി എടുക്കുകയാണ്. നേരെ സലീനാസ് ആണ് ലക്ഷ്യം. 475 കിലോമീറ്ററാണ് നമുക്ക് സലീനാസിലെ ഡെലിവറിയിലേക്കുള്ളത്. വലതുവശത്ത് ഒരു ചെറിയ പൊട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? ആണ് പഴയ എയർക്രാഫ്റ്റുകളൊക്കെ പഴയതായി കഴിയുമ്പോഴത്തേക്കും കൊണ്ട് ഡംപ് ചെയ്യുന്ന ഡംപിങ് യാർഡാണ്. എയർക്രാഫ്റ്റിന്റെ ഉണ്ടോ? ഞാൻ വേണം എടുത്തുതരാം. അപ്പം അതിന്റെ മാക്സിമം വിഷ്വൽസ് ഏറ്റവും നന്നായ രീതിയിൽ നമുക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത് നമ്മുടെ ദേവസ്യാച്ചനാണ്. Take me on your magic river. Tell me all your dreams. സോറി, എയർക്രാഫ്റ്റിന്റെ ഡംപ് യാർഡ് അല്ല, എയർക്രാഫ്റ്റിന്റെ ഗ്രേവ് യാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാം പഴയതായി തുരുമ്പ് പിടിച്ച് നശിക്കാറാകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ മറ്റേ KSRTC ബസ്സൊക്കെ നശിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്ന സ്ഥലമാണ്. സോളാർ പാടങ്ങളല്ലേ. അതുകൂടാതെ നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ളത് മറ്റേ ഹ്യുണ്ടായി മോട്ടോർ കോർപ്പറേഷന്റെ കാലിഫോർണിയ ഡിവിഷനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ വല്ല ആയിരിക്കും ഇത്, ഈ സോളാറിന്റെ ആയിരിക്കും. ഇതെല്ലാം മൊഹാവേ ഡെസേർട്ടിന്റെ ഏരിയകളാണ് കേട്ടോ. ഈ ഹ്യുണ്ടായി ചില വെർജിൻ അറ്റ്ലാന്റിക് പോലെയുള്ള വലിയ കോർപ്പറേറ്റ്സിനൊക്കെ ഇവിടെ ഇവരുടെ പരീക്ഷണശാലകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. നേരത്തെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, പുള്ളിയുടെ ഈ വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ സ്പേസ് പരിപാടികളെല്ലാം ഈ മൊഹാവേ ഡെസേർട്ടിൻ്റെ അവിടെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് സാറ് പറയാറ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ട്രക്ക് ഇല്ലാതെ ഈ സാധനം കൊണ്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോണി ബ്രോ ഇല്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടുവന്ന സോണി ബ്രോ. അപ്പോൾ അവരുടെ ട്രക്ക് കിട്ടാൻ എന്തായാലും ഒരു 2 ആഴ്ച മിനിമം എടുക്കേണ്ടി വരുവേ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പോയിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാൻ ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ പുള്ളി ന്യൂയോർക്കിന് ഒരു ഷോർട്ട് ട്രിപ്പ് പോയതാണ്.
തിരിച്ചെത്തേണ്ട സമയത്ത് പുള്ളിക്ക് തിരിച്ചെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രക്ക് വന്നില്ല. അപ്പം നമുക്ക് പിന്നെ അതിലും ഡിലേ ആയിട്ട് പോകാൻ പറ്റാണ്ട് പോയി കാരണം ലോഡ് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് കിടക്കുന്നുണ്ട്. ദിവസം നമ്മൾ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും എയർപോർട്ട് ഇപ്പുറത്തേക്ക് ചാടി, റോഡ് വളഞ്ഞ്. അപ്പം പുള്ളി വരാത്തതുകൊണ്ട് അവിടെ ഫ്രീ ആയിട്ട് കിടന്ന് വേറൊരു ട്രക്ക് എടുത്ത് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ട്രിപ്പ് ഇറങ്ങേണ്ട വന്നു. അപ്പം ഈ ട്രിപ്പ് കൊണ്ട് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ ട്രക്ക് അവിടെ ഫ്രീ ആയി കിടപ്പുണ്ടായിരിക്കും. അതാണ് നമുക്ക് ട്രക്ക് മാറേണ്ട വന്നത്. സൂം ചെയ്യുന്ന കുഴപ്പമില്ല. ഒരു 3-ല് സൂം ചെയ്താൽ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, 1-ലും 2-ലോട്ട് സൂം ചെയ്തു. അപ്പൊ സ്റ്റെബിലിറ്റി കിട്ടും. I can get hard, so honey, if you need to cry, just come share my pillow and rain, rain, go away. ചില്ലേ കരടുള്ളതുകൊണ്ട് അവിടുത്തെ സൂമിങ് ഇത് താത്തണോ? എന്തായാലും നമ്മുടെ ദേവസ്യാച്ചൻ ഫോട്ടോഗ്രാഫി ലൈൻ പോലെ കിട്ടുന്നേ മതി. ഇങ്ങനെ നമുക്കുണ്ടല്ലോ അതിന്റെ ഗൂഗിള് അത് മതി, ധാരാളം മതി. ഇത്രയും ഫ്ലൈറ്റ് എടുക്കണല്ലേ. മറ്റേ നിങ്ങൾ പറഞ്ഞ തേടലെടുത്തപ്പോ എങ്ങനെയാ തേടലെടുക്കുമ്പോ അതിന്റെ ചെറിയൊരു കട്ട് വരും. പക്ഷെ നന്നായിട്ട് കുറച്ചുകൂടെ കിട്ടി. നമ്മളെ പഴയ ഫോണല്ലേ ദേവസ്യാച്ച, ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വേണം നമുക്ക് അടുത്ത ഫോൺ മേടിക്കാൻ. അപ്പൊ എന്തായാലും ട്രക്ക് മാറി നമ്മൾ ശരിക്കും ട്രിപ്പ് ഇറങ്ങിയത് ഓഷ്യൻ സൈഡിലേക്കായിരുന്നു, കാലിഫോർണിയയിലെ കേട്ടോ. അങ്ങനെ ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ സോൾട്ട് ലേക്ക് സിറ്റി വെച്ച് നമ്മുടെ കമ്പനിയുടെ വേറൊരു ട്രക്കിൽ ഒരാൾക്ക് സിവിയർ ആയിട്ടൊരു സിക്നസ് വന്ന് പുള്ളിക്ക് ആശുപത്രി പോയി ആകെ ഒരു സീനായ ഒരു സാഹചര്യത്തിൽ അവർക്ക് വണ്ടിയും കൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മള് കാലിഫോർണിയയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു ലോഡ് വെച്ച് നമ്മൾ സ്വിച്ച് ചെയ്ത് അവരെ തിരിച്ചു വിട്ട് അവർ കൊണ്ടുവന്ന ലോഡ് സലീനാസിനുള്ള ലോഡ്, ആ ലോഡ് എടുത്ത് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാ. അങ്ങനെ നമ്മുടെ മൊത്തത്തിൽ അപ്പോയിൻമെന്റ് ടൈം എല്ലാം കൊളായിട്ടിരിക്കുക. കാരണം സലീനാസിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ദൂരമുണ്ട്. നമ്മൾ ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് ഒക്കെ പോകണം. കാരണം ഫാം ഏരിയ ആയതുകൊണ്ട് അവിടെ രാവിലെയൊക്കെ ഉള്ളേ. നമ്മൾ വന്നത് ശരിക്കും ഓഷ്യൻ സൈഡിന്റെ അപ്പോയിന്റ്മെന്റിനനുസരിച്ചാണല്ലോ. അപ്പം മിക്കവാറും ഒന്ന് ഇറക്കി കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. കാരണം മൊത്തത്തിൽ ട്രിപ്പ് ഒന്ന് താറുമാറായിട്ടുണ്ട്. സിവിയർ സിക്നസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അവന് കിഡ്നി സ്റ്റോൺ കാരണം അവന് അനങ്ങാൻ പറ്റാണ്ടുള്ള ഒരു വേദന വന്നു. അപ്പൊ പുള്ളിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ കൂട്ടത്തിലുള്ള ആള് സിംഗിൾ ആയിട്ട് ഓടിച്ചു വേണം ഇനി തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ എമർജൻസി ആയിട്ട് ഒരാൾക്ക് സിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കിഡ്നി സ്റ്റോൺ ആയതുകൊണ്ടും പുള്ളി സോൾട്ട് ലേക്ക് സിറ്റിയിലായിരുന്നതുകൊണ്ടും പുള്ളിക്ക് വേണേൽ ഇൻഷുറൻസ് എടുത്തിട്ട് എന്തെങ്കിലും സർജറിയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ പഞ്ചാബികളായിരുന്നേ. അപ്പം അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് എന്നറിയില്ല. അവൻ തിരിച്ച് ടൊറന്റോയ്ക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ച് അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഒരു പുള്ളിക്ക് വേദന സഹിച്ചിരിക്കേണ്ട വന്നത്. അപ്പോൾ സാധാരണ ഗതിയിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇത്രയും വിന്നർ ആയതുകൊണ്ട് ഏതെങ്കിലും ആശുപത്രിയിൽ നമുക്ക് നിർത്തി നമുക്ക് അതിൻ്റെ സർജറി ചെയ്ത് സെറ്റായി പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ച ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ലൈക്ക് വീട്ടിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ വിചാരിച്ചാണ്. അതുകൊണ്ടായിരിക്കും. വണ്ടിക്ക് വലി തീരെ കുറവാന്ന് തോന്നുന്നുണ്ടോ? വണ്ടിക്ക് ആലോചിച്ച് ഇത് MT പ്ലാസ്റ്റിക്കാ അല്ലേ? ഫുൾ വെയിറ്റ് ഇല്ല, അതുപോലും വലിക്കുന്നില്ല. വലിയ കുറവാ. അങ്ങനെ നമ്മൾ ബൊറോൺ ഏരിയ ഒക്കെ പിന്നിട്ട് തേണ്ട തെഹച്ചാപ്പി എന്ന് പറയുന്ന സ്ഥലത്തെത്തി, കാലിഫോർണിയയിലെ കേട്ടോ. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇപ്പം ഒരു മരുഭൂമി ലുക്കാണ് മൊത്തത്തിലെങ്കിലും ഒരു പ്രകൃതി രമണീയത ഉള്ള ഒരു സ്ഥലം. അത് പ്രത്യേകിച്ച് നമ്മൾ വേണ്ട ഇവിടുന്ന് ഒരു 2 വളവോടെയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ലൗസ് വരുവേ. ആ ലൗസ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു വലിയ ഇറക്കാം പിന്നെ നമ്മളങ്ങ് ഇറങ്ങുന്നത്. ആ ഇറക്കത്തിൻ്റെ 2 സൈഡിലും നമ്മൾ പല സമയങ്ങളിലും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഈ ജസ്റ്റ് മഴ കിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ പച്ചപ്പ് നിറഞ്ഞിട്ട് മൊട്ടക്കുന്നുകൾ പോലെ അതിൻ്റെ ഇടയിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്ന സീനുകൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ. ഈ സ്ഥലമാണ് തെഹച്ചാപ്പി. പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാമിലിനെയും കൊണ്ട് ഇതുവഴിയൊക്കെ ഒരു കാറും കൊണ്ട് ഒരു വരവ് വരുന്നുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ മനസ്സിൽ ഉള്ള ബക്കറ്റ് ലിസ്റ്റ് റൂട്ടായത് തെഹച്ചാപ്പി. സാറേ
എന്തായാലും ഒരു 6:30 ആവാതെ അവിടെ എത്തുന്നു തോന്നല്ല കേട്ടോ. അത്രയാവും അല്ലേ? ഇനി അങ്ങോട്ട് തിരക്കും വരുമല്ലോ. അപ്പൊ മിക്കവാറും ഒരു ലേവർ പ്രതീക്ഷിച്ചോ, കാരണം ഇനിയും ഉണ്ട് 408 കിലോമീറ്റർ. ഇനി അങ്ങോട്ട് വരും എനിക്ക് തോന്നുന്ന മറ്റേ 101 ഒക്കെ അല്ലേ എടുക്കണ്ടല്ലേ? അതെ അതെ അതെ. തിരക്കാവും കാരണം ഇവിടുത്തെ ആ ഒരു ഈവനിങ് ടൈം അല്ലേ, പീക്ക് അവർ അല്ലേ. സലീനാസിൽ ഇപ്പൊ ലവ്സ് ഒക്കെ ഉണ്ട്. അവിടെ പുതിയ തുടങ്ങിയിട്ടുണ്ടോ അല്ലേ? സലീനാസിലെ ലവ്സിൽ റീഫർ ഓടിക്കുന്ന ഇഷ്ടം പോലെ മലയാളികളൊക്കെ വന്ന് കിടക്കുന്ന സ്ഥല. ഓ ശരി. മറ്റേ ഇതിന്റെ പച്ചക്കറി എടുക്കാൻ വരുന്നവര്. Wanna hear about everything you're ever thinking. സാറേ നല്ല കിടിലൻ കാലിഫോർണിയൻ മലനിരകളാ. വീട്ടിൽ പോകുമ്പോ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വിശേഷങ്ങളോ ഓർമ്മകളോ എല്ലാം. പച്ചക്കറി എടുക്കുന്ന സമയത്ത് ഇതിലെയാണ് ഒട്ടുമിക്ക സമയങ്ങളിലും. സലീനാസ് റൂട്ടില് സലീനാസും ബേക്കർ ഫീൽഡിൽ നിന്ന് വരുമല്ലോ കുറെ. ഈ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകും ബേക്കേഴ്സ് ഫീൽഡിൽ. അതെ, അവിടെ ഉണ്ട് ഒരുപാട് ഇത് കൂടി പച്ചക്കറിയുടെ. അന്ന് മറ്റേ ഗിയർ വണ്ടിയും കൊണ്ട് ഓടിച്ചോണ്ട് വരുമ്പോൾ ഇതിലെ ഇങ്ങനെ ഈ കാറ്റൊക്കെ ഇങ്ങനെ എഴഞ്ഞ് കരഞ്ഞ് കയറി വരുന്ന സ്ഥലങ്ങളാണ്. എന്റെ ഓർമ്മ ഞാനാകെ കഷ്ടിച്ച് 1 വർഷമായി റീഫർ ചെയ്തുള്ളൂ. അപ്പൊ ഈ ഓക്സ്നാട്, പിന്നെ നമ്മുടെ യൂമ, സലീനാസ്, ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയുണ്ട്. കൂടുതൽ യൂമയാ ഓർമ്മ വരുന്നത്. മെക്സിക്കോയിൽ നിന്ന് വരുന്ന സ്ഥലം. അത് കാരണം ഇവിടെയൊക്കെ ഡെലിവറി ചെയ്തിട്ട് പിക്കപ്പിന് യൂമയ്ക്ക് പോകോളാൻ പറയും. പിന്നെ നമ്മുടെ നൊഗാലസ് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ നമ്മള് റീഫർ ഓടിക്കുമ്പോഴത്തേക്കും ടൊറന്റോയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മിക്കപ്പോഴും ഡ്രൈ ലോഡ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മള് റീഫർ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മള് സാധനങ്ങൾ കയറിക്കൊണ്ട് വരുന്നത്. അപ്പം ഈ നമ്മുടെ MG ക്യാൻസും MT ബോട്ടിൽസും ഒക്കെ സാധാരണ ഇതിൽ അങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ ഇവർ എടുക്കുകയല്ല. കാരണം അതിന് പ്രോപ്പർ ഡ്രൈവർ തന്നെ ഇവർക്ക് വേണം. അപ്പൊ അങ്ങനെ 1-2 പ്രാവശ്യം കൊണ്ടുവന്നിട്ട് പകുതി എത്തുമ്പോഴാണ് ഇത് കമ്മ്യൂണിക്കേഷൻ ഷിപ്പറും റിസീവറും ഒക്കെ തമ്മിൽ പോകുന്ന ഇന്ന വാനിനകത്ത് കയറ്റി വിട്ടേക്കണം. എന്നിട്ട് ലോഡ് റിജക്ട് ആയി അവിടെ എവിടെയുള്ള വെയർ ഹൗസിൽ ഇറക്കി പോകുന്നൊക്കെ. ഈ പേപ്പർ റോളില്ലേ നമ്മളെ പണ്ട് കൊണ്ടുപോകുന്നില്ലേ, അതിങ്ങനെ റീഫറിന്റെ കൊണ്ടുവരുമ്പോ അവര് പറഞ്ഞിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് റീഫർ എടുക്കുകയാണ്. റീഫറിന്റെ അകത്ത് ഒരു റീഫറിന്റെ വാനുകൾ എടുക്കുകയല്ല, ഡ്രൈവാനെ തന്നെ വേണം. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ പച്ചക്കറിയുടെ ഒക്കെ സ്മെല്ലും വരും. പിന്നെ അറിയത്തില്ല ഇതിനകത്തൊരു ഈർപ്പം കാരണം ഇതിന്റെ അകത്തൊരു സ്പോഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് ഫ്രിഡ്ജിന്റെ പോലെ സൈഡിൽ ഇങ്ങനെ സ്പോഞ്ച് മറ്റേ എന്താ പറയാ ഈ തണുപ്പ് നിൽക്കാൻ വേണ്ടി ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തകിട് മാത്രമേ ഉള്ളൂ. മറ്റേ തകിടും കഴിഞ്ഞ് അതിന്റെ അകത്തൊരു സ്പോഞ്ച് പോലത്തെ നമ്മുടെ വീടിന്റെ ഒക്കെ ഇൻസുലേഷൻ പോലത്തെ ഇൻസുലേഷനും അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കവറിങ്ങും ഇതെല്ലാം വരും. കാരണം ഈ MT ആയിട്ടുള്ള ഇങ്ങനത്തെ ഡെലിക്കേറ്റ് സാധനങ്ങൾക്കൊക്കെ ഓർഡർ ഫ്രീ ആയിരിക്കണല്ലോ, മണം പാടില്ലല്ലോ. പിന്നെ അറിയത്തില്ല എന്നെ ഈ തണുപ്പ് ഇങ്ങനെ ഈ പച്ചക്കറിയിലൊക്കെ ഉണ്ടാകുന്ന ബാക്ടീരിയ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇവർക്കത് മറ്റു സാധനങ്ങൾ വരുമ്പം ഇത് ഇപ്പം MT ബോട്ടിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സാധനങ്ങൾ നിറയ്ക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നല്ലേ. Take me on your magic river. Tell me all your dreams alive. ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് നോക്കി ഇറക്കിയില്ലെങ്കിൽ ബ്രേക്ക് പഴുത്തു പോകും. ഇതിപ്പം സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ വലിയ വണ്ടിയായിട്ട് പരിചയമില്ലാത്തവർക്ക് ബ്രേക്ക് പഴുക്കുക ബ്രേക്ക് പോവുക എന്നൊന്നും പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ല. ഇപ്പൊ വാൽപാറ അപകടം അത് തന്നെ. അതുപോലെ തന്നെ ഫോഴ്സിന്റെ ഇത് അടുപ്പിച്ച് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ അത് ഹീറ്റാവും. ഇത് എനിക്കൊന്ന് ഇതിന്റെ പോലെ തന്നെയുള്ള ഡ്രം ആയിട്ടുള്ള ബ്രേക്ക് സിസ്റ്റം. എന്നാന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് അവെയർ അല്ലാത്ത ഡ്രൈവർമാരെ നമ്മൾ സാധാരണ കാർ ഓടിക്കുന്ന പോലെ തന്നെ അങ്ങ് ഓടിച്ചു പോവേ. അതിപ്പോ ഇവിടെ നിന്നൊക്കെ നമ്മൾ പണ്ട് പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ ഇറങ്ങണമെന്ന് പറയാറ്. അത് തന്നെ. പക്ഷെ നമ്മളിപ്പം ഗിയർ വണ്ടിയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മള് ഇപ്പൊ ഫുൾ ലോഡിലാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഈ പച്ചക്കറി അല്ലെങ്കിൽ മറ്റേ റീഫറിന്റെ എന്ന് പറയുമ്പോൾ മറ്റേ ഫ്രോസണിന്റെ ഫുഡുകളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഫ്രോസൺ ഐറ്റം ഒക്കെ ആയിരിക്കും, ഫുൾ ലോഡ് ആയിരിക്കും. ഇപ്പൊ ഈ ഇറക്കമൊക്കെ ഇറങ്ങുമെന്ന് പറയുമ്പോൾ നമ്മൾ മണ്ടേന്ന് ഡൗൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇറങ്ങുള്ളൂ. ഇറക്കത്തിലിട്ട് ഈ പണി നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ RPM ഒക്കെ കയറി മറ്റേ ഭ്രാന്താവും. കാരണം നമ്മൾ ആ ഒരു റേഞ്ചിൽ പോയില്ല. RPM കയറി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഔട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ബ്രേക്ക് ഔട്ടുമ്പോൾ ഈ പറഞ്ഞ ഹീറ്റ് ആവും. ഹീറ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഈ
ഞാൻ ഓർക്കുന്നുണ്ട് ഈ അന്ന് ആ കമ്പനികളിലൊക്കെ നമ്മുടെ മറ്റേ 17 ഇല്ലേ, നമ്മൾ മറ്റേ ബാക്ക് സ്റ്റാഫിക്കൂടെ വരികയല്ലേ, അപ്പൊ ഫീനിക്സിനൊക്കെ ഉള്ള ലോഡുകൾ വരുമ്പോൾ ഇറങ്ങുമ്പോൾ അവർ പ്രത്യേകം നോട്ട് ചെയ്ത്, അങ്ങനെ കമ്പനിയുടെ കുറെ വണ്ടികൾ ഇങ്ങനെ ആൾക്കാർ വന്ന് ബ്രേക്ക് ഔട്ടി പോയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഒരിടയ്ക്ക് ഈ പറഞ്ഞ പോലെ റോഡ് കൊണ്ട് പോകുമ്പോഴത്തേക്കും ആ ഇറക്കം 17 ഇറങ്ങുമ്പോൾ എപ്പോഴും സ്മോക്ക് ആവുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും താഴെ ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്ക് സ്മോക്കാണ്. എന്നിട്ട് ഞാനൊരു 1/4 മണിക്കൂർ അവിടെ നിർത്തിയിട്ട് കൂൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഗുർജിത് ഭായിനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഗുർജിത് ഭായി ഇതന്നെ സംഭവം, നമ്മളെ വണ്ടി പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ടല്ലോ, മാക്സിമം ബ്രേക്ക് കുറഞ്ഞ് ഉപയോഗിച്ചാലും ഈ 17 ഇറങ്ങുമ്പോൾ ഇതാ. അന്നേരം പുള്ളി പറഞ്ഞ് നമ്മുടെ വണ്ടിക്ക് ഡ്രം ബ്രേക്ക് അല്ല, മിക്കതിനും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. അപ്പൊ ഡിസ്ക് പെട്ടെന്ന് ചൂടാവുന്ന പറഞ്ഞ, പക്ഷെ എഫക്ട് കൂടുതലായിരിക്കും, നമ്മള് കാല് തൊട്ട് അപ്പൊ തന്നെ നിൽക്കും. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ചൂട് പെട്ടെന്നാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിന്റർ സീസണിലും മഴയുള്ളപ്പോഴും പിന്നെയും കുഴപ്പമില്ല. അല്ല പണ്ട് ഈ 17 എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. അല്ല നമ്മൾ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ അവര് ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് മറ്റേ 26 വഴിയാണ് പോകുന്നത്, താഴോട്ട് ഇറങ്ങുന്നത്. അവിടെ അത്ര ഇറക്കമില്ല. ഈ 17 ആ ഒരു കുത്തനെ ഒരു കുറെ 2-3 ഇറക്കങ്ങളുണ്ട്. ഇറക്കമുണ്ട്, ലൈൻ ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ ഈ 2 ലൈനില് കാറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചവിട്ടിയേ പറ്റുള്ളൂ, നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോകുമല്ലോ അവരെ. അതെ അതെ. വാൽപ്പാറ ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിപ്പോയി. അതെ, നമ്മള് ഏതൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഈ ഇടതുവശത്തേക്കൂടെയുള്ള റോഡിൽ കൂടെ വന്നിറങ്ങില്ലേ, ഇവിടെ വന്ന് മെർജാവുന്ന ഒരു ഇവിടെ ഈ മലയുടെ ഇടയിൽ കൂടെ കയറി പോകുന്നത് ഏതാ റോഡെന്ന് ഞാൻ മറന്നുപോയി. പണ്ട് ഇതുപോലെ നമ്മള് ആ റൂട്ടിൽ കയറി വന്നിട്ടുണ്ട് ഒരു മഴക്കാല സമയം, നല്ല മഴയും ഫോഗൊക്കെ ഉള്ളൊരു സമയത്താണ്. ഭയങ്കര രസമായിരുന്നു, കാരണം അത് മെയിൻ റോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ, ഹൈവേ അല്ലല്ലോ. എന്നിട്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ അതിന്റെ സൈഡിൽ നിർത്തി ആ പൂക്കളുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട്, പശുക്കളൊക്കെ നിൽക്കുന്നു, അത് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ മറ്റേ സാൻ ഫ്രാൻസിസ്കോ ഏരിയ ഇല്ലേ, ഇപ്പൊ നമ്മളീ പോകുന്ന സലിനാസ് ഏരിയ ഇല്ലേ, ഇപ്പൊ സലിനാസ് ഈ പണ്ണോമണ്ണി കൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോഴാണ് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കയറി പോകുന്ന കുറെ ഭാഗത്ത് യൂക്കാലി ടൈപ്പ് സംഭവമുണ്ട്, ചെറിയ വഴികളൊക്കെ. അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ സാന്റ കൂട്ടിയ ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പം അതുകൂടി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഹില്ല് അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ ചെറിയ സിംഗിൾ റോഡുകളാണ്. അത് നല്ല ഈ എന്താ പറയാ വ്യൂ ഭയങ്കര ഭയങ്കര പച്ചപ്പ് ഇങ്ങനെയൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിലെ ഈ പശുക്കളുടെ ഫാം പോലെ ഇതുപോലെ. അതെ അതെ. അത് മഴ സീസണിൽ നല്ല പച്ചപ്പും പൂക്കളും അല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട് ട്രക്ക് നിർത്തിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഫോട്ടോ ഒക്കെ. അത് നല്ല രസമുള്ള സ്ഥലമാണ്, അത് ഞാൻ പോയിട്ടുള്ള. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ആ റോഡ് കണ്ടോ, ഇതുപോലത്തെ. അല്ല പണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ലെയർ ഉണ്ടെങ്കിൽ ഈ ബേക്കേഴ്സ് ഫീൽഡിലാണ് നമ്മൾ മോഡലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവിടെ നമുക്ക് തന്നെ സ്ഥിരമായിട്ട് ഒരു മോഡൽ ഉണ്ടായിരുന്നു, അവിടെ ട്രക്ക് പാർക്കിങ്ങും എല്ലാം. ലെയറിന് മോഡലൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ അന്ന് ലെയറിന് മോഡൽ നമ്മളെന്ത് ഭക്ഷണവും എല്ലാം കമ്പനിയുടെ ചെലവിലല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ഇറങ്ങി പോകുന്നിടത്ത് അത്ര സെറ്റപ്പ് നടന്നില്ല. അവര് നഴ്സറിയും അതൊരു ചെറിയൊരു ട്രക്ക് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്, അവിടെ ട്രക്ക് പാർക്ക് ചെയ്യാം. അവിടെ ഇച്ചിരി ഒരു ഭംഗിയായിട്ടുള്ള ചെറിയൊരു നഴ്സറി പോലെയൊക്കെ ഒരു ഫാം, ചെറിയൊരു ഫാം സെറ്റപ്പ്. അതിങ്ങനെ ചിലപ്പോൾ സ്കൂൾ ഞങ്ങൾ ഇന്നാൾ വന്നപ്പോൾ അവിടെ സ്കൂൾ പിള്ളേരെ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചെറിയ പിള്ളേരെ കൊണ്ട് അതും ഇതൊക്കെ കാണിക്കുന്നത്. പറഞ്ഞ പോലെ ശരിയാ. ബേക്കേഴ്സ് വെല്ലി അന്ന് ലേഔർ കിടക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബേക്കേഴ്സ് വെല്ലി ഇഷ്ടംപോലെ ഇന്ത്യക്കാരുടെ റെസ്റ്റോറന്റ്, പഞ്ചാബികളുടെ ഏരിയ ആണല്ലോ ബേക്കേഴ്സ് വെല്ലി. ഇവിടെ ഫുഡ് എല്ലാം പഞ്ചാബിലേക്കാളും കൂടുതൽ ഇത് ഇവരാ കൂടുതലും ഗുജറാത്തികളുടെ ആയി. മോട്ടലുകൾ മുഴുവനും ഗുജറാത്തികളാണ്. അപ്പൊ അന്ന് ഞങ്ങളുണ്ടായിരുന്ന ഒരു ഗുജറാത്തിയുടെ തന്നെയായിരുന്നു. അതെ, അപ്പൊ അതിന്റെ ഒരു സൈഡിൽ മുഴുവൻ ട്രക്ക് പാർക്കിങ്ങിനായിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡില് ഈ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ട്, ട്രക്ക് സ്റ്റോപ്പ് ഈ ലോക്കലുണ്ട്, അത് പഞ്ചാബികളുടെ അവരുടെ വർക്ക്ഷോപ്പും. ഈ പഞ്ചാബി ട്രക്ക് സ്റ്റോപ്പിൽ കിടന്നിട്ട് അവിടെ നിന്ന് മറ്റേ രാവിലെ മറ്റേ ഇവരുടെ പഞ്ചാബി പൂരിയും. അതെ അതെ അതെ, അവരുടെ ദബായുണ്ട്. പിന്നെ ഇവിടെ ഈ മറ്റേ മെയിൻ എന്ന് പറയുന്ന മറ്റേ റീഫറിന്റെ ഒരു തെർമോസ്റ്റാറ്റ് ഇല്ലേ, തെർമോക്കിങ് അല്ല അതിന്റെ പേര് തെർമോക്കിങ് എന്നല്ല, അതിന്റെ ഒരു റിപ്പയർ ഒരു സർവീസ് സെന്ററും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു മിനിറ്റ് ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും ഈ ഇതിന്റെ ഈ റീഫറിന്റെ ഇതുമായിട്ടുള്ളത്. അതും ബേക്കേഴ്സ് ഫീൽഡിലുണ്ട്. ആകാശം എന്നാ അടിപൊളിയാന്ന് നോക്കി.
എന്നാ ടെമ്പറേച്ചർ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാന്ന് തോന്നുമെങ്കിൽ 20 ഡിഗ്രി ടെമ്പറേച്ചറേ ഉള്ളൂ. ചെറിയ തണുപ്പുണ്ട്. ഉണ്ടല്ലോ സാറേ ഇന്നലത്തെ മറ്റേ പയ്യന്റെ കിഡ്നി സ്റ്റോൺ വന്ന അവന്റെ കണ്ട സഹിക്കൂല, അതുപോലെ വേദന എന്നോണ്ടാവൻ നിക്കണത്. ഭയങ്കര വേദനയല്ലേ അവനെ. പക്ഷെ അവനെ എന്തുകൊണ്ടാ തിരിച്ച് കാനഡയ്ക്ക് പോകണമെന്ന് ഞാൻ ചോദിച്ചത്. കാരണം ഇവിടെയാണ് സർജറി ഇപ്പൊ നടക്കും. കാനഡ ചെന്ന് ഇവന് അപ്പോയിന്റ്മെന്റ് കിട്ടി എന്ന് സർജറി ചെയ്യാൻ അവര് ഇത് നോക്കിന്നാ പറഞ്ഞത്. നോക്കി സ്കാനൊക്കെ ചെയ്തു. അപ്പൊ അവര് പറയുന്നത് അതിപ്പോ പെട്ടെന്ന് അത് അല്ലാതെ പോകുന്നുള്ളത് നോക്കുന്നത്. അവരങ്ങനെ ഒരു ഓപ്ഷൻ പറയുമല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് സർജറി എന്നുള്ളതല്ലല്ലോ പറയുന്നത്. ഈ മൂത്രത്തിൽ കല്ല് അല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും ചുറ്റും നല്ലതെന്നുള്ള രീതിയിൽ ഇവര് എന്താ പറയാ, ഇത് പൊറ്റയാണെങ്കിൽ അത് മരുന്ന് കുടിച്ച് പൊടിക്കാന്നൊക്കെ പറയുന്ന സംഭവം. അല്ല ഇതിപ്പോ ഇത് പൊടിയെന്നോളം വരെ ഇവരിപ്പോ ഇങ്ങനെയാണ് ജോലി എടുക്കാൻ പറ്റും. അല്ല അതിന്റെ ഒരു സൈസ് അങ്ങാണ്ട് അവൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്നില്ല. അത് അങ്ങനെ പോകാൻ പറ്റുന്നതാണെന്നാ പറഞ്ഞത്. എന്നാലും അവന്റെ ആ നിപ്പ് കണ്ടോട്ടെ. പക്ഷെ അത് വന്നാ ഇതാ വളഞ്ഞു നിക്കുക. അതുപോലെ വേദനയല്ലേ. അപ്പൊ കാരണം അതിന്റെ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്നാളെ പണ്ട് ഞാൻ ഇതുപോലെ പോയി കഴിഞ്ഞപ്പോ എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പല്ലടച്ചതായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ എന്തോ ഈ പ്ലംബ് പോലത്തെ എന്തോ പഴം കഴിച്ചപ്പോ അതിന്റെ കുരുവോ അതിന്റെ സീഡ് ഇങ്ങനെ കണ്ട് കൊണ്ടിട്ട് അത് എങ്ങനെയോ സംഭവം നടന്നുപോയി. അണപ്പല്ലിന്റെ ആയിരുന്നു അത്. അന്നേരം കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമ്മൾ എല്ലായിടത്തും വലിയ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു ചെന്നിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ലോഡൊക്കെ എടുത്ത് തിരിച്ചിറങ്ങുന്നത് പിന്നെ അങ്ങോട്ട് പയ്യെ കിടക്കാൻ നേരത്തെ പയ്യെ വേദന പോലെ തുടങ്ങി. അന്നേരം അതങ്ങ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാത്രി ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ഒരു രക്ഷയില്ല. ഇത് കടിച്ചു പിടിച്ചിട്ടും തലവണ കടിച്ചു പിടിച്ചിട്ടും ഞെക്കി പിടിച്ചിട്ടും ഒരു രക്ഷയില്ല. പല്ലുവേന വന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം നമുക്ക് അങ്ങോട്ട് പറ്റിയല്ല. പല്ലുവേനയുടെ കൂടെ ചെവിവേന പോലെ കൂടെ വരുന്നത് ഈ ഒരു വശമായിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ ഒരു മലയാളി ഡോക്ടറിനെ അവിടെ വിളിച്ചു. കാരണം ഇവർക്കെല്ലാം ഈ അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. നമ്മൾ അവിടെ പറഞ്ഞ ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അല്ല ഇത് സംഭവം നടക്കണ അമേരിക്കയിലല്ലേ. അപ്പൊ നമ്മളായാലും അന്നേരം ഇങ്ങനെ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യത്തെ സംഭവം. അപ്പം അതുമല്ല ഇവിടെയും ഡെന്റലിനാണ് എനിക്ക് നല്ല റേറ്റ് തന്നെയാണ് അമേരിക്കയിൽ. അപ്പോ നമ്മളങ്ങനെ അവിടെ പോയി മലയാളി ഒരു ഡോക്ടറെ ഇപ്പം നമ്മുടെ പുള്ളിക്കാരത്ത് വിളിച്ച് ഭാര്യ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് പുള്ളി പറഞ്ഞു ഓക്കെ വരുമ്പോഴേ ഇങ്ങ് പോരെ, അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. അപ്പം പുള്ളിയുടെ തന്നെയായി ഈ ക്ലിനിക്ക്. അപ്പം പുള്ളി പറഞ്ഞു ഇങ്ങ് പോരെ, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അതുവരെ അപ്പം പുള്ളി പറഞ്ഞു അപ്പം വേദന ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം പുള്ളി 2-3 മെഡിസിൻ എഴുതി തന്നു. അപ്പോൾ അത് ഞങ്ങൾ വാൾമാർട്ടിന്റെ ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ട് അത് കഴിക്കുമ്പം ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാനൊക്കെയാ പാട്. ഭക്ഷണം കഴിച്ചിട്ട് ഈ ഗുളിക കഴിച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്കൊരു സെലക്ഷ പെട്ടെന്ന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേദനയൊക്കെ അങ്ങ് മാറി നമ്മൾ ആ ഉറങ്ങാനുള്ള ഭയങ്കര സെഡേഷനും വരും. അപ്പൊ ആ ഒരു ഒറ്റ ഉറക്കം ഇതായിരിക്കും. പിന്നെ രാവിലെ നമ്മൾ എണീറ്റ് മോൻ കഴിയും വായിക്കാതെ വെള്ളം കൊള്ളുമ്പോഴത്തേക്ക് പിന്നെ തുടങ്ങും. ഒരു രക്ഷയില്ല. അത് അവിടം വരെ ഞാൻ വെച്ചാൽ നമ്മളിങ്ങനെ കട്ടിച്ച് പിടിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു എന്തോ ഒരു സാധനം. നമ്മൾ തുണിയല്ല വേറെ എന്തോ ഊഹിക്കാൻ പറ്റും. കാരണം എന്റെ ഈ മോണയ്ക്കുള്ളിലേക്ക് അണപ്പല്ല് വളർന്നിട്ടേ മറ്റേ ഈ എൻഡിലുള്ള അതിങ്ങനെ വളഞ്ഞിങ്ങനെ എന്നിട്ട് എന്നെ ബിസ്റ്റാൻ ചൂത്തോ അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ ഏതാണ്ട് എന്തായാലും മോണ കീറി ആ 1-2 പല്ലുകൾ അങ്ങ് അകത്തുനിന്ന് എടുക്കേണ്ട വന്നേ. ഒന്ന് ചോദിച്ചാ ഇത് അത് എടുക്കാൻ നേരത്തെ ഇവർ അവിടെ മുഴുവൻ മരവിപ്പിക്കുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആയിരിക്കും എന്ന് ഓർത്തിരുന്നേ. അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് കൊടുത്ത് നമ്മളിങ്ങ് പോന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നേ ഇപ്പോഴും നിങ്ങൾ ആ വേദനയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കത് ഫീൽ ചെയ്തു. അതാ ഓന്ന് പറഞ്ഞത്. അതാണ് പല്ലുവേദനയും ചെവിവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കിഡ്നി സ്റ്റോണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ മറ്റേ അഡ്വില് നല്ല കൂടിയ അഡ്വില് അത് സാധാ പറ്റിയല്ല. നല്ല കൂടിയ 6 മണിക്കൂർ ഇടവിട്ട് അത് കണ്ടിന്യൂസ് 2-3 ദിവസം കഴിച്ചോണ്ടാവും മുഴുവൻ വണ്ടി ഓടിച്ച്. നമ്മള് പറഞ്ഞ പോലെ ഈ വേദന ഇതൊക്കെ വന്നു പറഞ്ഞോണ്ട് അവധി എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. അതല്ല പുറത്തിറങ്ങി പണിയെടുത്താലല്ല പൈസ കിട്ടുള്ളൂ. പാപ്പം മേടിക്കണ്ടേ അല്ലേ? രണ്ട് സൈഡിലും
നല്ല കിടിലൻ കാഴ്ചകളാട്ടോ, കിടിലൻ ഫാമുകളും ഒക്കെ പരിപാടികളായിട്ട്, കുതിരകളൊക്കെ ആയിട്ട്. പക്ഷെ നമുക്ക് നിർത്തി ഒത്തിരി വിഷ്വൽ എടുക്കാനുള്ള ഒരു സമയമില്ല. കാരണം എങ്ങനെയും ഇന്ന് ലോഡ് ഇറക്കി കിട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ വരുമ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം നമ്മുടെ 6 മണിയാകുമ്പോഴത്തേക്കും വാസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി കേട്ടോ. കാലിഫോർണിയയിലെ വാസ്കോ. നമ്മൾ ഇപ്രാവശ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നതെല്ലാം നല്ല ഫാമിങ് നടക്കുന്ന, അല്ലെ ഫാർമേഴ്സും ഫാമിങ്ങും ഒക്കെ കൂടുതലായിട്ടുള്ള ഏരിയകളിലേക്ക് പറയാം. വാസ്കോ ഇവിടുത്തെ പൂക്കളുടെ കൃഷിക്ക് ഭയങ്കര ഫേമസാണ്. ചില സമയങ്ങളിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ നല്ല ഇഷ്ടംപോലെ പൂക്കളുണ്ടല്ലോ, നല്ല കിടിലൻ പൂക്കളുടെ തോട്ടങ്ങളൊക്കെ അവിടെ ഇവിടെ എല്ലാം ഉണ്ടാവും. ഒരു കൊച്ചു ടൗൺ ആണ് വാസ്കോ. പൂക്കൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ആൽമണ്ടിൻ്റെ കൃഷികളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ സാൻ മിഗ്വേൽ എന്ന് പറയുന്ന ഒരു കിടിലൻ ചെറിയ ടൗണിൽ കൂടെ കടന്നു പോയത് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നമ്മളെന്തായാലും സലീനാസിൽ എത്തി കേട്ടോ. 6 കിലോമീറ്ററിൽ 6 കിലോമീറ്ററിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുക. In 600 meters, turn right onto Pellet Avenue. In 600 meters, turn right on Pellet Avenue. In 200 meters, your destination will be on the left. അങ്ങനെ നമുക്ക് ഡെലിവറി കൊടുക്കേണ്ട ആ ഒരു സ്ഥലത്തെത്തി. ഇത് ഇടതുവശത്ത് ഒരു ട്രക്ക് കിടക്കുന്നുണ്ടോ? ആ ട്രക്ക് കിടക്കുന്ന ഒരു അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ ഉള്ളത്, അതാണ് പ്രസ്ഥാനം. നമുക്കെന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. Thank you for calling Clean Tech Logistics. If you know your party's extension, please dial it now. If you've reached this message during business hours, we are on the line helping other customers. Is that? Hi, my name is Matthew. I'm a truck driver. Are you closed for deliveries? Let me see if somebody's available. If not, you have to wait till tomorrow at 7. ആരെങ്കിലും ഇറക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ഉണ്ടോ എന്നുള്ള അവർ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ട വരും എന്നാണ് ഇപ്പം മാനേജറെ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു കേട്ടോ. മാനേജറുടെ ഫോൺ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാരും അവൈലബിൾ അല്ല. നാളെ രാവിലെ 7 മണിക്ക് ഇറക്കി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൗസ് ഉണ്ട്, നമുക്ക് പയ്യെ അങ്ങോട്ട് പോയേക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, 2 കിലോമീറ്ററിൽ തന്നെ ലൗസ് ഉണ്ട്. In 400 meters, merge onto Airport Boulevard. കണ്ട നമ്മുടെ ഇടതുവശത്തെ കമ്പനിയൊക്കെ കൂൾ പസഫിക് എന്ന് പറഞ്ഞുകൊണ്ട് റീഫറിൻ്റെ പച്ചക്കറി ലോഡ് ചെയ്യുന്ന കമ്പനികളാണ്. ട്രക്കുകളെല്ലാം അവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് ലോഡ് എടുക്കാനുള്ളവർ. Merge onto Airport Boulevard, then use the right lane to turn right onto Roy Diaz. Turn right on De La Torre Street. നമ്മൾ ലൗസ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നതാണ് നമ്മളെ ഇന്ന് രാത്രി പാർക്ക് ചെയ്യാൻ പോകുന്ന ട്രക്ക് സ്റ്റോപ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന റൂട്ടിൽ കൂടെ വന്നതുകൊണ്ട് ശരിക്കും 2 കിലോമീറ്റർ പോലും ഇല്ല, 1 കിലോമീറ്ററിനുള്ളിൽ ഈ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നന്നായി.
സലീനാസിലെ ലവ്സ് അല്ലെ കാലിഫോർണിയയിലെ സലീനാസ്, അതാണ് നമ്മുടെ ഇന്ന് രാത്രിയിലെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. പറ്റുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേവസ്യാസനെ വിളിച്ചെണിപ്പിച്ച് 2 ബിയർ അടിക്കണം, കിടന്നുറങ്ങണം, ഒന്ന് കുളിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Said I made up my mind this time.